നല്ല നമസ്കാരം. വക്രദൃഷ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിയാനയിൽ ഗോമാതാവിനായി ഹോസ്റ്റലുകൾ തുറക്കാനും പാചകവാതക വില ഉയർത്താനും മോദി സർക്കാർ തീരുമാനിച്ചു. രാജ്യം ഒരുപാട് മാറുന്നുണ്ട്. മാത്രമല്ല BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാജിയുടെ വരുമാനം 2-3 വർഷം കൊണ്ട് നന്നായി വർദ്ധിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ രാജ്യം പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ എന്തു സംഭവിക്കുന്നുവെന്ന് പരിശോധിച്ചുകൊണ്ട് ഇന്നത്തെ വക്രദൃഷ്ടി ആരംഭിക്കുന്നു. ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ ഇത്ര ദേഷ്യക്കാരനാക്കിയത്? സംശയമില്ല, ഇവിടുത്തെ ജനങ്ങളും വഴിപിഴച്ച മാധ്യമങ്ങളും തന്നെയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് നവകേരള മാർച്ച് നടത്തുന്ന സമയത്ത് ചാനലുകളുടെ ലൈവ് വാർത്തയിൽ വരാൻ വേണ്ടി മണിക്കൂറുകൾ കാത്തിരുന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി. അറിയോ, അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നവജാത ശിശുവിൻ്റെ നിഷ്കളങ്കത ആയിരുന്നു. കണ്ണുകളിൽ ക്യാമറ കാണുമ്പോൾ കണ്ട തിളക്കം കാണണം. അപ്പോൾ അതാദ്യം കാണാം. മാത്രമല്ല ചിലർ ലൈവ് ടെലികാസ്റ്റ് ചെയ്യല്ല. അപ്പോൾ 10 മണിയാണ് അതിൻ്റെ ഒരു ടൈം. നമ്മൾ പലപ്പോഴും ഒരു 5-10 മിനിറ്റ് വൈകി പോകാറുണ്ട്. അത് പിന്നെ മറ്റു യോഗയെല്ലാം കഴിയാൻ വൈകുന്നത്. കോടതി വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിൽ കെ ബാബു. പ്രധാന വാർത്തകൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? 10 മണിയായില്ലേ? ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നവകേരള മാർച്ചിന്റെ ഭാഗമായി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. കാലം മാറി, കക്ഷി മുഖ്യമന്ത്രിയായി. അപ്പോൾ പിന്നെ ആ കൗതുകം ക്രൗര്യമായി മാറി. തലസ്ഥാനത്ത് CPM BJP ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അധ്യക്ഷനായപ്പോൾ ആ ചർച്ചയുടെ ദൃശ്യങ്ങൾ പകർത്താനാണ് മാധ്യമങ്ങൾ എത്തിയത്. അല്ലാതെ ഇന്ന് വരെയും ഒരു സർവകക്ഷി യോഗത്തിലോ ഉഭയകക്ഷി ചർച്ചയിലോ മാധ്യമങ്ങൾ കൂടിയിരുന്ന് ചർച്ച ഇല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നാട്ടിൽ കീരിയും പാമ്പും പോലെ ഏറ്റുമുട്ടുന്ന CPM-കാരനും BJP-കാരനും ഈ നേതാക്കന്മാർ ഒന്നിച്ചിരിക്കുന്ന ദൃശ്യം കണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കുമായിരുന്നു. പരസ്പരം കൈകൊടുക്കുന്ന കോടിയേരിയും കുമ്മനവും ഒരു സമാധാന ദൃശ്യമായി പുറത്തു വരുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? ആട്ടിപ്പുറത്താക്കിയത് മാസശമ്പളം പറ്റുന്ന കുറച്ച് മാധ്യമപ്രവർത്തകരെ മാത്രമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആ ആട്ടും ദേഷ്യവും ഇവിടുത്തെ ജനങ്ങളോടുകൂടിയാണെന്ന് വായിക്കേണ്ടി വരും. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. നിങ്ങൾ ഇവരെ സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന് ദോഷം. എന്ത് പറഞ്ഞതാണെന്ന്? Out house, go away, stupid! In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. കടക്ക് പുറത്ത്. നമ്മുടെ നാടിന് ദോഷം. നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്? നന്നായിട്ടുണ്ട്. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. ഇനി മുഖ്യമന്ത്രി അങ്ങയുടെ പിന്നിൽ നിശബ്ദനായി നിന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ അവസ്ഥയുണ്ട്. എന്തു ചെയ്യാൻ? പാവം പാർട്ടി സെക്രട്ടറി. എന്ത് ചെയ്യാൻ അമ്മച്ചി? കൂട്ടുകാരന് ഭ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. ഇത്തരം പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്താൽ ഒരു പരിഹാരവും ഉണ്ടാവില്ല. സർവകക്ഷി യോഗങ്ങളൊക്കെ ചേരുന്ന സന്ദർഭത്തിൽ നിങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താറുണ്ട്. വിഷ്വൽസ് എടുക്കാനൊക്കെ സമ്മതിക്കാറുണ്ട്. ഇതായിരുന്നു വ്യത്യസ്തമായി ഇരു പാർട്ടികളുടെയും നേതാക്കന്മാർ തമ്മിൽ
ഒരാശയവിനിമയം നടത്തുന്ന യോഗം മാത്രമായിരുന്നു. അത് പരസ്യം ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങനെ പറഞ്ഞതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. അത് ആ തരത്തിലെടുക്കണ്ട. നിങ്ങളത് അനുവാദമില്ലാതെ അതിനകത്ത് അവിടെ സംഭവിച്ചത് നിങ്ങൾ ആദ്യമേ സ്ഥലം ഒക്യുപ്പൈ ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കണക്കാക്കിയാൽ മതി. ഇനി മാധ്യമപ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ സ്നേഹം ഇപ്പോൾ തുടങ്ങിയതല്ല. കർക്കശക്കാരനാകുന്നതല്ല കുഴപ്പം, അസഹിഷ്ണുത കൂടി വരുന്നതാണ് തകരാറ്. പണ്ടും മാധ്യമങ്ങളെ പഴിച്ച് രക്ഷപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് കുമ്മനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഫെബ്രുവരി 13 സംസാരിച്ചിരുന്നു കുമ്മനുമായിട്ട് മസ്കറ്റ് ഹോട്ടലിൽ അടച്ചിട്ട മുറി. അന്ന് പിന്നെ ആരും അറിഞ്ഞില്ല. എനിക്ക് വിവരം കിട്ടിയപ്പോൾ ഞാൻ നിയമസഭയിൽ ചോദിച്ചു, അങ്ങും കുമ്മനുമായിട്ട് എന്താ സംസാരിച്ചു, വല്ല ലാവലിൻ വിഷയമാണോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം നൽകിയ മറുപടി, കണ്ണൂർ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്, അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഗുണം കണ്ടു മിഞ്ഞാണ്. ഇന്നും അടച്ചിട്ട മുറിയിലിരിക്കുന്നുണ്ട്. ഇന്ന് അടച്ചിട്ട മുറിയിലിരിക്കുമ്പോൾ പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞ് ഇറങ്ങിപ്പോടാന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായിൻ്റെ ധാരണ ഇപ്പോഴാ പാർട്ടി സെക്രട്ടറിയുടെ ലെവല് വിട്ടിട്ടില്ല. ഇപ്പോഴും മുൻപിൽ കാണുന്നവരെയൊക്കെ AKG സെന്ററിലത്തെ പ്യൂണും ക്ലർക്കൊക്കെയാണെന്നാണ് ഇയാളുടെ ധാരണ. അല്ലെങ്കിൽ പത്രക്കാരോട് ഇറങ്ങിപ്പോടാന്ന് പറയാൻ ഇന്ത്യയിൽ തന്നെ ആരെങ്കിലും ധൈര്യം കാണിക്കും? അത്രയേറെ മോശമായിട്ടേ പെരുമാറും. അതായത് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. BJP-കാരൻ്റെ സഹായവും വേണം, എങ്ങനെയെങ്കിലും കസാരയിലൊന്ന് ഇരിപ്പ് ഉറപ്പിക്കുകയും വേണം. അതിന് കാണിക്കുന്ന ആക്രാന്തത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ പാർട്ടി ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അവരുടെ മുമ്പിൽ പരസ്യമായി ചർച്ച ചെയ്യ്. ഈ കാലത്ത് മാധ്യമങ്ങളിൽ നിന്ന് എന്തിനാ ഇതെല്ലാം ഒളിച്ചു വെക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്താ രഹസ്യ അജണ്ടയുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്നതിന്റെ വാർത്ത എടുക്കാൻ വന്ന പത്രലേഖകരെ ആട്ടി ഓടിക്കേണ്ട എന്ത് സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്? അത്ര വലിയ രഹസ്യമൊന്നുമല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു കക്ഷിക്കാരുമായി സംസാരിക്കുന്നത്. ശരി, ഇനി നാട്ടുകാരോടായാലും പാർട്ടിക്കാരോടായാലും ഇതിലും കടുപ്പമായിരുന്നു അന്ന്. അദ്ദേഹം 4 എഴുത്തങ്ങ് എഴുതിയാൽ ഈ പ്രസ്ഥാനം ചട്ടപ്പെട്ടപ്പെട്ടോ എന്ന് പറഞ്ഞങ്ങ് തകർന്നു പോകുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഗോപാലകൃഷ്ണ, താൻ ഏത് നാട്ടിലാ ജീവിച്ചത്? അങ്ങോട്ട് നിൽക്കണം. എല്ലാ നേരവും എടുക്കുന്നുണ്ട്. എല്ലാ നേരവും എടുക്കുന്നോണ്ട് ഇനി കുറച്ചു നേരം നിന്നേരം എടുക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ പോകാം എപ്പാന്ന് വെച്ചാൽ. നിങ്ങൾ ആ പണിയുള്ളവരല്ലേ? നിങ്ങളെന്താ ആദ്യമായിട്ട് ചെയ്യുന്ന ആ പണി? നിങ്ങൾ ഇതിനു മുമ്പിൽ ചെയ്തിട്ടില്ലേ? നിങ്ങള് ആളുകളെ കൂട്ടിപ്പോയി പിന്നെ ചുമരിൻ്റെ മേലെ പോസ്റ്റർ ഒട്ടിപ്പിച്ച് എന്നിട്ട് പിടിച്ച കഥകളില്ലേ? അങ്ങനെ എന്തെല്ലാം കഥകൾ നമ്മൾ തമ്മിലുണ്ട്. അത് വേറെ. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നാരായണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താൻ ഒരു പുല്ലുമല്ല. കഴിഞ്ഞില്ല. കടങ്കഥ പാട്ടുകാരനെ പോലും വിരട്ടിയ ആളാണ് നമ്മുടെ മുഖ്യൻ. Cinema
ഇനി CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേട്ടാലോ? നാട്ടുഭാഷയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണത്രേ. പുറത്ത് പോകൂ എന്ന് പറയാം, അല്ലെങ്കിൽ ദയവ് ചെയ്ത് പുറത്ത് കിടന്നാലും എന്ന് പറയാം. ഏത് ഭാഷയാണ് ഉപയോഗിച്ചത്? ചിലപ്പോൾ ഒരു ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും വലിയ വിഷയമായിട്ട് നിങ്ങളാരും എടുക്കേണ്ടത്. പത്രക്കാരെ ഒന്നും ആക്ഷേപിച്ചൊന്നും അല്ല, അങ്ങനെ എടുക്കണ്ട. അപ്പൊ ഞാൻ പോയിക്കോട്ടെ, ഈ മര്യാദക്കാരന് പോകാനായി വഴി തരൂ, മാറൂ. അങ്ങനെയെങ്കിൽ മുമ്പ് പ്രസിദ്ധീകരിച്ച ആ പിണറായി ശബ്ദധാരാവലി ഞങ്ങൾ ഒരു പതിപ്പൂടെ പുറത്തിറക്കുന്നു. പിണറായി ഭാഷാശൈലി ഒരു തുറന്ന പുസ്തകം. അദ്ദേഹത്തെ എത്രമാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം. നികൃഷ്ടജീവി, ഹീനജീവി. മെത്രാന്മാരെയും പുരോഹിതരെയും പൊതുപരിപാടിയിൽ വിളിക്കാനുള്ള പേരായി ഇതുപയോഗിക്കാം. ജീവനുള്ള ഒരു നികൃഷ്ടനായിരിക്കണം ഈ വിളി നടത്തേണ്ടത് എന്ന പ്രത്യേകതയും ഉണ്ട്. എടോ ഗോപാലകൃഷ്ണ, പത്രാധിപർ എന്ന അർത്ഥത്തിൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന വാക്ക്. ഇതൊരു നാടൻ ശൈലിയാണ്. എടാപ്പോട സംസ്കാരം ഊട്ടിയുറപ്പിക്കാനായി പ്രയോഗിച്ചു വരുന്ന ശൈലി. ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല, ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ചുക്ക് അഥവാ നിസാരകാര്യം. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ല എന്നതാണ് പ്രധാന പ്രയോഗം. പൊതുവെ ഇഞ്ചി സ്വഭാവമുള്ളവർ പുച്ഛത്തോടെ പ്രയോഗിക്കുന്ന പദം എന്ന് അർത്ഥമുണ്ട്. ഈ പറയുന്ന കുലംകുത്തികളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. കുലംകുത്തി, കുലനാശകൻ എന്നർത്ഥം. കുലത്തെ മുടിക്കുന്നവർ തന്നെ സ്വയം പ്രയോഗിക്കുന്ന വാക്ക് എന്ന പ്രത്യേകതയും ഈ പ്രയോഗത്തിലുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവരെ പറയാൻ വേണ്ടി മാത്രം പ്രയോഗിക്കുന്നു. അതെല്ലാം ഈ പ്രസ്ഥാനത്തിന് മുമ്പിൽ ഒരു കീടം മാത്രമാണ്. കീടം, നിന്ദ്യവും നിസ്സാരവുമായ വസ്തു. പരമപുച്ഛത്തോടെ പലപ്പോഴായി പ്രയോഗിച്ചതിലൂടെ പരമപ്രധാനമായി മാറിയ പ്രയോഗം. കസേര ഉറച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് തോന്നുന്നതാണിത്. ഞാൻ നാറിയാണ്. നാറി, നാറുന്നവനെന്നർത്ഥം. നല്ല സംസ്കാരമുള്ളവരെ നാറ്റിക്കാനായി ഉപയോഗിച്ചു വരുന്ന പദം. പരനാറിയാണ്. പരനാറി, ശ്രേഷ്ഠമായി നാറുന്നവൻ. ഏതെങ്കിലും കാരണവശാൽ നാറി എന്ന പദം വേണ്ടത്ര ഏറ്റില്ലെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പദം. പരമനാറിയാണ്. പരമനാറി, അതിശ്രേഷ്ഠമായി നാറുന്നവൻ. അതീവ പുച്ഛത്തോടെ പ്രയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു പദം. പരമമായ പദത്തിലെത്തിയെന്ന് തോന്നി പ്രയോഗിക്കുന്ന പദമല്ല ഇതെന്ന് പ്രത്യേകം പ്രയോഗിക്കുമ്പോൾ ഓർക്കണം. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവരെ ചെറ്റ എന്നാണ് പറയുക. ചെറ്റ, ചെറ്റത്തരം. ചെറ്റപ്പുരയിൽ കഴിയുന്നവൻ ചെറ്റ. ചെറ്റക്കുടലിൽ കഴിയുന്നവരെ വിശേഷിപ്പിക്കാൻ ഫ്ളാറ്റിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇത്തരം പ്രയോഗം നടത്തുന്നവരുടെ നടപടിയാണ് ചെറ്റത്തരം. ഇത്രയുമായ സ്ഥിതിക്ക് സഖാവ് EMS പറയുന്നതുകൂടി കേട്ട് അവസാനിപ്പിക്കാം. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKജിയും EMSഉം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. ഇടവേളയ്ക്ക് ശേഷം സമാധാന ചർച്ചയും ചെന്നിത്തല ഗാന്ധിയും. പല മാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണിങ്ങനെ ഓടി